നരിവേട്ട എന്നുള്ള ടൈറ്റിൽ ഒരു ബുള്ളറ്റ് ഇങ്ങനെ പോകുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അതും ഇതും നമ്മളൊരു കണക്ഷൻ ഉണ്ടോ? അതിലല്ലാതെ പറയുന്നുണ്ട്. ഒരിക്കലും ഇതെടുത്ത് ഉപയോഗിക്കാൻ ഇടവരുത്തരുത്. അത് സിനിമ കണ്ടിട്ട് അവിടെയുള്ള ആളുകളെ തന്നെയാണോ നമ്മൾ ഇതിലേക്ക് വിളിച്ചത്? അവര് അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നില്ല ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പോലും ഇത്രയും ഇത് ചെയ്യുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അമ്മേനോട് ചോദിച്ചു, അമ്മ അടിപൊളിയായില്ലേ, എന്താ അഭിനയം? ആ അത് അങ്ങനെയാ മോളെ, ജീവിക്കണ്ടായോ? ടൊവിനോ ചെയ്തേക്കുന്ന ക്യാരക്ടർ മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡെ മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് റൈറ്റിംഗ് ടൈമിൽ പ്രത്യേകം പറഞ്ഞു തന്നെ ചെയ്യിപ്പിച്ചതാണോ? മിന്നൽ വള എന്നുള്ള പാട്ടിലുള്ള ടൊവി അല്ല സിനിമയിലുള്ള. അതിൽ തന്നെയും പല ഗെറ്റപ്പ് ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ഒരു ആ സമയത്ത് ജീവിതാവസ്ഥയെ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3-4 ഷെയ്ഡ്സ് ഉണ്ട്. ആ ഓരോ ഷെയ്ഡിനനുസരിച്ചാണ്. നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ളൂ, അതാണല്ലോ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. ആരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞു ഭയങ്കര ബോൾഡാണ്. ക്യാരക്ടേഴ്സ് ബോൾഡാണ്, ഞാൻ ബോൾഡാണ്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു പുതിയ സിനിമയുടെ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് നരിവേട്ട. അപ്പോൾ ഈ നരിവേട്ട സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത് നമ്മുടെ സ്വന്തം ആര്യ സലീം. നമസ്കാരം. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ റൈറ്റർ അബിൻ തോമസ്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. ഇതിലെ സിനിമയിൽ പല ഭാഗങ്ങളും ഉണ്ടെങ്കിലും നമ്മളൊരു പ്രധാനമായിട്ട് എല്ലാവരും ഇത് കണ്ടപ്പോൾ ഞെട്ടിയതും ഫോക്കസ് ചെയ്തതും നമുക്ക് പണ്ട് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച വലിയൊരു സംഭവമാണ് മുത്തങ്ങയിലെ ആ ഒരു സംഭവം ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുകയാണ്. അന്ന് പത്രത്തിലുണ്ടായിരുന്ന തലക്കെട്ടുകൾ തന്നെ എങ്ങനെയായിരുന്നു? പോലീസിന്റെ നരിവേട്ടയായിരുന്നു എന്ന്. അപ്പം ഇപ്പൊ അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ അതൊരു സിനിമ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ റൈറ്ററിനോട് തന്നെയാണ് ചോദ്യം, എങ്ങനെയാണ് ഈ ഒരു തീം എടുത്ത് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ സംഭവം ഒന്നും പറയുന്നൊന്നുമില്ല. അതിനെ ബേസ് ചെയ്തിട്ട് അല്ല ഈ സിനിമ. ഇതൊരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു ഘട്ടത്തിൽ പോലീസാകുന്നു. പോലീസ് എന്ന നിലയിൽ, ഒരു സാധാരണ പോലീസുകാരൻ എന്ന നിലയിൽ അയാളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കുറേ സംഭവങ്ങൾ, അത് അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു പരിഹാരം എന്നൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു പോലീസുകാരൻ്റെ ഒരു യാത്രയാണ് സിനിമ. ഇമോഷണലായ ഒരു യാത്രയാണ്. അതിൽ പ്രണയമുണ്ട്, ഫാമിലിയുണ്ട്, ഒഫീഷ്യലായ സംഘർഷങ്ങളുണ്ട്. അതിലൂടെയൊക്കെ പോകുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ്. ഇതെവിടെ ഈ തീം ഇത് എപ്പോഴാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള? എനിക്ക് ഇത് കിട്ടുന്ന ഒരു ചെറിയ ചിന്തയാണ്. അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് പെട്ടെന്നൊരു ദിവസം അയാൾക്കൊരു അധികാരം കയ്യിൽ കിട്ടിയാൽ അത് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചന എന്നാണ് ഈ ഒരു ക്യാരക്ടറിനെ പിടിച്ചു പോകുന്നത്. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു ആലോചനയിൽ ചിലപ്പം വളരെ കൺവെൻഷനലായ ചില രീതികളിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെ അവിടെ കട്ട് ചെയ്തിട്ട് വേറൊരു വഴിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തുന്നത്. ഓക്കെ. ഇപ്പൊ അതിലേക്ക് വരുമ്പോൾ അതിലെ കാസ്റ്റിങ്ങുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലെടുത്തേക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആര്യ സലീം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു കാസ്റ്റ് അതിലേക്ക് എത്തുന്നത് നമുക്ക് ഒരു ട്രൈബൽ നേതാവ് വേണം എന്നുള്ള ആലോചനയിൽ നമ്മൾ പല ഓപ്ഷൻസ് എടുത്തപ്പോൾ ഇതിനകത്ത് ആളുകളെല്ലാം പറയുന്ന ആര്യയുടെ ഒരു ലുക്ക് വെച്ചിട്ടാണ്. പക്ഷെ അതല്ല, അതിനകത്ത് ഈ ഒരു ഭയങ്കര പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഈ സിനിമയിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടറാണ്. പ്രധാനപ്പെട്ട സീനുകൾ ഷോൾഡർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പം അത്രയും അത്രയും ഒരു ക്രിയേറ്റീവായ ഒരു ആർട്ടിസ്റ്റ് വേണം ആ റോള് പെർഫോം ചെയ്യാന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായില്ല. അപ്പം ആര്യയുടെ മുൻകാല സിനിമകൾ കണ്ടിട്ടുണ്ട്, പിന്നെ ആര്യയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്, ഗംഭീര പെർഫോമർ ആണെന്നുള്ള ഇതിലാണ് നമ്മൾ ആര്യ അപ്രോച്ച് ചെയ്യുന്നത്. ആര്യക്ക് അത് ഇഷ്ടപ്പെട്ടു, ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് ആര്യ വരുന്നത്. ആര്യ പറയാ എന്നെ അടുത്തിരുത്തിയിട്ടാണ് നോക്കി പറയണേ, ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കാന്നൊക്കെ. അപ്പൊ എന്തായാലും ആര്യ വളരെ വളരെ സന്തോഷം. എന്തായാലും ഒരു സിനിമയുടെ ഒരു കഥാപാത്രത്തിലേക്ക് അതും ഒരു പ്രധാന കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ അത് ആര്യനെ തന്നെ ആര്യ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ നല്ലതാണ്. ആര്യ തന്നെ വേണം എന്ന് പറയാം. പ്രത്യേകിച്ച് ആ ചെയ്തേക്കുന്ന ഒരു ആദിവാസി നേതാവിൻ്റെ ഒരു കഥാപാത്രം അതെന്തായാലും സമൂഹത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അതിലേക്ക് എത്തുന്നത് നേരെ ആര്യയിലേക്കാണ്.
അതിന് ആദ്യമായിട്ട് ഒരു കൺഗ്രാറ്റ്സ് പറയാണ്. എന്തായിരുന്നു ഈ കഥാപാത്രം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ, ഈ കഥാപാത്രത്തെ കുറിച്ച് കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എന്താ? ഇതെന്തായാലും ഞാൻ തന്നെ ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇത്രയും ചാലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ നമുക്ക് നമ്മുടെ ആക്ടിങ് കരിയറിൽ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം. എന്നെ സംബന്ധിച്ച് നമുക്ക് അപൂർവമായിട്ടാണ് നമുക്ക് പെർഫോമൻസിന് പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് കിട്ടാം. അപ്പൊ ഇത് കേട്ടപ്പോ ലൈക്ക് അങ്ങനെ ഭൂസമരങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി ഇറങ്ങിയ കുറെ നേതാക്കന്മാരുണ്ട്. അപ്പൊ അവരെയാണ് നമുക്ക് റെഫറൻസ് തന്നെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് എന്താ പറയാ റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. അത് പെർഫോം ചെയ്യാ. പിന്നെ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നത്. 23 കഥ കേൾക്കുന്നു, 24 ഷൂട്ട് സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കൊല്ലം ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു കൊല്ലം നീണ്ടു പോയതാ. പക്ഷെ ആക്ച്വലി അത് എനിക്ക് ഗുണം ചെയ്തു. ഓരോന്നും നമുക്ക് റെഫർ ചെയ്യാനും ഓരോരുത്തരോട് സംസാരിക്കാനും അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഭാഷ പഠിക്കാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ആ ഭാഷ പിന്നീട് മാറിയിട്ട് കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന നമ്മൾ പണിയ ഭാഷയാണ് ഈ ക്യാരക്ടറിന് ട്രൈബൽ വിഭാഗം യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ് യൂസ് ചെയ്തത്. പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടനാണ് നമ്മള് അതിന് വേണ്ടിട്ട് ട്രെയിൻ ചെയ്യിച്ചതൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം എഫേർട്ട് അല്ലേ. അതുപോലെ തന്നെ അബിൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു തരും. അതുപോലെ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ വേണോ കുറവ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എനിക്കാണ് നമുക്ക് ചോദിക്കാൻ, നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നന്നാക്കാനുള്ള അവസരങ്ങൾ ഈ സെറ്റിൽ എനിക്കുണ്ട്. അതായത് നമുക്ക് ചോദിക്കാം. ഇപ്പൊ ചോദിച്ചിട്ട് അത് ഇങ്ങനെ ചെയ്തോട്ടെ, അപ്പൊ അത് വേണമെങ്കിൽ അത് ഇങ്ങനെയാ ചെയ്യണോ, ചെയ്യാം, അങ്ങനെയും കൂടി കിട്ടുന്നത് റെയറാണ്. അപ്പൊ എല്ലാം കൂടി ഒത്ത് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് എന്താ അത്ര എഫോർട്ടോടെ ചെയ്യാൻ അത്ര പാടുന്ന ഞാൻ പറയില്ല. കാരണം ഇവരത് എനിക്ക് കുറച്ച് ഈസി ആക്കി തന്നു. ഓക്കെ, ഈ ലാംഗ്വേജ് പഠിക്കാൻ ഇത് ആൾക്കാർ ഇത് സംസാരിക്കുന്ന ആളുകളോടൊപ്പം ഇടപഴകിയിട്ടുണ്ടോ? അവരുടെ അടുത്ത് നമ്മൾ പോയി അവരുടെ ഊരിൽ പോയിരുന്നു, ആൾക്കാരെ മീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ കൂടെ ഈ പ്രസാദേട്ടൻ നമ്മുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിങ് സമയത്താണെങ്കിലും പ്രസാദേട്ടൻ വന്നിരുന്ന് നമുക്ക് ഡബ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ആ പ്രോപ്പർ ആ വേർഡ്സ് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ കിട്ടില്ല. അവര് വന്നിരുന്ന് അത് നമുക്ക് കറക്റ്റ് ചെയ്ത് തരുകയൊക്കെ ചെയ്തിരുന്നു. ഒരു ഗ്രൂപ്പിന്റെ ഫോട്ടോ കൂടി ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയതാണ്. അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഭാഷയുടെ ഒരു കാര്യം കൂടി ചോദിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, ഇപ്പൊ നമ്മൾ നോർമലി സംസാരിക്കുന്നത് ആ ഭാഷയിലും വരുന്നൊരു വ്യത്യാസങ്ങളുണ്ടല്ലോ, അതൊന്ന് എന്താണ് ഒന്ന് പറയാമോ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളം തന്നെയാണ് അവര് സംസാരിക്കുന്നത്. ആ ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു മഴ പെയ്യും ചാക്കും നനയാത്ത പിര, മഴ പെയ്താ നനയാത്ത പിര, അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്ന അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല പറയുന്ന രീതി. നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ ആ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾക്ക് ഒരു അൺഫെമിലിയാരിറ്റി വരുന്നത്. ഇപ്പം പല സ്ലാങ്ങുകളിൽ ഇപ്പം കാസർഗോഡുള്ള ഒരാൾക്ക് ഒരു പക്ക ട്രിവാൻഡ്രം സ്ലാങ് ചിലപ്പം ഒറ്റ കേൾവിക്ക് പിടിക്കണമെന്നില്ല. നേരെ തിരിച്ചും എല്ലായിടത്തും ആ ഒരു ചില വാക്കുകൾ മാറ്റം. അതെ, ഇപ്പൊ ഈ ഒരു സിനിമയുടെ ഇപ്പൊ റൈറ്റിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ഏതായിരുന്നു? അങ്ങനെ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഓരോ വാക്കും ഡിഫിക്കൽട്ടാണ്. ഒരു വരി എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ അതിനകത്തൊരു നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അതിന്മേൽ പിടിച്ചങ്ങ് പോവാന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒരു പ്ലോട്ട് പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കും, ചിലപ്പോൾ ഒരു മൊമെന്റ് ആയിരിക്കും, ഒരു സീനായിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്കൊരു ഊർജ്ജം നമ്മൾ എഴുതി വരുമ്പോൾ ഊർജ്ജം കിട്ടും. നടന്ന് വഴി തെളിയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോൾ പിന്നെ അതിനകത്തൊരു കൗതുകം ഉണ്ടല്ലോ. നമ്മളൊരു കഥാപാത്രം സ്ക്രീനിൽ ആദ്യത്തെ സീനിൽ വരുന്നു, അടുത്ത സീൻ, അപ്പം അയാളുടെ ഒരു ജീവിതം മുന്നോട്ട് വരികയാണ്. അപ്പം അതിനൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ കഴിവതും എന്താ പറയുക, ഇത്രാമത്തെ സീനിൽ ഒരു സംഭവം നടക്കണം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവണം അങ്ങനെയുള്ളൊരു ടെംപ്ലേറ്റുകൾ പിടിച്ചിട്ടില്ല. നമ്മളങ്ങനെ എഴുതി പോവാണ്. അപ്പം അതിനിടയിൽ ചിലപ്പോൾ നമ്മൾ പോലും പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഒരു സീനിൽ സംഭവിക്കും. പ്ലാൻ ചെയ്യാത്ത രീതിയിൽ അയാളത് ബിഹേവ് ചെയ്യും.
അപ്പം അതൊക്കെയാണല്ലോ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത് എഴുതാനിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു എക്സൈറ്റ്മെന്റ് കുറവുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു വേഗമായ ഒരു സ്റ്റോറി ലൈനേ ഉണ്ടാക്കലുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതുക ചെയ്യുന്നത്. അപ്പം അത് നമുക്കൊരു കൗതുകം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പോവുകയും ചെയ്യും. ഇപ്പം ഇതിന്റെ ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ കാണിക്കുന്നത് ഇതെല്ലാം ഭയങ്കര ഒരു കാട് തന്നെ ഫീൽ ചെയ്യും, ഡീപ്പ് ഫോറസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു കാടിന്റെ അകത്ത് തന്നെ അതേപോലെ തന്നെ പോയി ചെയ്തതാണ്. അതെ, മീനാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്തെ കാട്ടിലാണ് ചെയ്തത്. അത് കാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കാട്ടിൽ പോയി ഷൂട്ട് ചെയ്യൽ പ്രാക്ടിക്കലി നടക്കില്ല. അതായത് ഇത് ബീനാശി എന്ന് പറഞ്ഞാൽ കാടിന്റെ ഒരു എന്താ പറയാ, നാടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. അവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം 10-40 ദിവസം അവിടെ തന്നെ ആയിരുന്നു ഷൂട്ട്. അവിടെ ഇതുപോലെ ആളുകൾ താമസിക്കുന്നുണ്ട്? അവിടെ ഇല്ല, കുറച്ച് ഒരു നാട്ടിനോട് അടുത്തുള്ള ഒരു പ്രദേശം. ഉൾക്കാട്ടിലോട്ട് പോയി ഷൂട്ട് ചെയ്യൽ നടക്കില്ല. ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നം, അവിടെ കടുവയും പുലിയൊക്കെ ഉള്ള കാടാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ക്യാമറ എക്യുപ്മെന്റ്സ്, ഇവിടോട്ട് തന്നെ ക്രെയിൻ അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ വഴിയും ഇലക്ട്രിക് പോസ്റ്റ് അത് ഇതൊക്കെ ആയിട്ട്. അപ്പം അതുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, സ്വാഭാവികമായിട്ട്. കാട്ടിൽ നമ്മൾ ഇത്രയും ദിവസം അടുപ്പിച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ചും മഞ്ഞ് ഉണ്ടായിരുന്നു, പിന്നെ തുലാവർഷം, മഴ ഒക്കെ ആയിട്ട് നമ്മളതിനകത്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് എന്താ പറയാ, അത് തരണം ചെയ്ത് അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മളത്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു കാടിനകത്തുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? കാട് മഴ പെയ്യുന്ന പറഞ്ഞല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സാധനം അട്ട ഒരു പ്രശ്നമാണല്ലോ ഇങ്ങനത്തെ കാടുകളിലും തണുപ്പ്. എന്നിട്ട് കടി കിട്ടിയായിരുന്നു? ഇല്ല, എനിക്ക് മാത്രം കടി കേറി 3-4 പ്രാവശ്യം. പേടിയുണ്ടോ? അട്ടേനൊക്കെ പേടിയുണ്ടോ? പേടിയുണ്ടോന്നോ, മാസം ഡയലോഗൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അപ്പൊ എന്നെ ഇതുപോലെ കൂട്ടുകാര് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കളിയാക്കും. മാസം ഡയലോഗൊക്കെ പറഞ്ഞു വന്നിട്ട് ഇവിടെ വന്നിട്ട് അട്ടാന്ന് പറഞ്ഞ് കറിയാം. ഇവിടെ ആരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞു ഭയങ്കര ബോൾഡ് ആണല്ലേ ചെയ്തേക്കുന്ന ക്യാരക്ടറുകളും. പോലീസ് ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ അവര് ഭയങ്കര ബോൾഡ്. അപ്പൊ ഇതാണെങ്കിൽ തന്നെ പലരും കണക്ട് ചെയ്യുന്നത് നമ്മുടെ ജാനുവിന്റെ ഒരു കഥാപാത്രമായിട്ടൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. മറ്റേ ഭൂസമരത്തിന് മുമ്പിലുണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരാള് തന്നെയാണെന്നെങ്കിൽ എല്ലാരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ സംസാരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ആളാണ് അല്ലേ? ക്യാരക്ടേഴ്സ് അത് ക്യാരക്ടേഴ്സ് മാത്രമേ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആണ്. നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണല്ലോ അതാണ് എക്സൈറ്റിംഗ് ഫാക്ടർ. തീർച്ചയായിട്ടും. ശരിക്കും ആര്യയുടെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? അത് നമ്മുടെ കോളേജ് MG യൂണിവേഴ്സിറ്റി നാടകോത്സവം. ഇപ്പൊ ഈ മൂവിയുടെ ചീഫ് അസോസിയേറ്റ് രതീഷ് സാറ്. അപ്പൊ രതീഷ് സാറ് ആ ടൈമിൽ നമ്മള് നാടകം പഠിപ്പിക്കാനും അങ്ങനെയൊക്കെയാണ്. അപ്പൊ സാറിന്റെ ഫസ്റ്റ് മൂവിയാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തം. അപ്പൊ അതിൽ ആരോ വന്ന് പോയിപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. പിന്നെ അവിടെ തുടങ്ങിയ ജേർണിയാണ്. കണക്ഷൻ ചെമ്പൻചേട്ടൻ ഈ മയൂരില് അവര് യൂസ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്നെല്ലാം എപ്പോഴും ഈ തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിൽ വരുന്നത് വരെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു സിനിമ നടി ആ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്. സിനിമ നല്ല ഇപ്പൊ ഡ്രാമയാണെങ്കിലും, കാരണം നമ്മൾ ആ ടൈമില് ഡ്രാമയാണ് ചെയ്തത്. ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ്. സിനിമ നടി എന്നുള്ളതിൽ മാത്രമല്ല, ഇനിയിപ്പോ ഒരു നല്ലൊരു തിയേറ്റർ ഇത് ചെയ്യാൻ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇവരൊക്കെ ടോവിനോ ഒക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ടോവിയായിട്ട് മിന്നൽ മുരളിയിൽ ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ മിന്നൽ മുരളിയില് സീൻ വേസ് ഉള്ള സംസാരം അല്ലാതെ നമ്മളങ്ങനെ അത്ര കമ്പനി ആയിട്ടല്ല. പക്ഷെ ക്യാരക്ടർ എല്ലാവരും നോക്കുമ്പോൾ ഇത്രയും ജോലിയായിട്ടുള്ള ചേച്ചി അനിയനും അങ്ങനെ സംസാരം. അപ്പൊ എല്ലാവരും അങ്ങനെ. എനിക്ക് പൊതുവെ അങ്ങോട്ട് കയറി സംസാരിക്കാനുള്ള ഇച്ചിരി മടികാരണവുമാണ്, എന്റെ കുഴപ്പമാണ്. അപ്പൊ എനിക്കോട് നരിവേട്ട വന്നപ്പോഴാണ് ഞങ്ങൾ പിന്നെയും സംസാരിച്ചതും കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിച്ചേക്കെ. ടൊവിയുടെ കൂടെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മള് ടൊവിന്ന് മാത്രമല്ല, ചരൺ സാറാണെങ്കിലും നമുക്ക് അഭിനയിക്കുമ്പോ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് എല്ലാവരുടെ ഭാഗത്തുനിന്നും നമുക്ക് പെർഫോമൻസ്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈസി ആക്കി കിട്ടി. ശരിക്കും ഇപ്പൊ മിന്നൽ മുരളിയിലുള്ള ഈ രണ്ടുപേരും അതിലുണ്ടെങ്കിലും എന്തായാലും ഡിഫറെന്റ് ആണ്. ഇതിലേക്ക് വരുമ്പോൾ രണ്ടുപേരും 2 തരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ കുറെ കലിപ്പ് സീനുകളാണെങ്കിലും എല്ലാണെങ്കിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഇതിന്റെ പുറകിൽ ഈ ഒരു ആർട്ടിസ്റ്റ് എടുത്തേക്കുന്ന എഫേർട്ട് എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ സെറ്റിൽ ഡയറക്ടർ സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യം, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സെറ്റിൽ. അത് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് എന്തും തുറന്ന് പറയാനും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനും അങ്ങനെ നമുക്കൊരു പേടിയോ മടിയോ ഒന്നും വേണ്ട. അവര് അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് തന്നു. ധൈര്യമായിട്ട് നമുക്ക് അവിടെ എന്തും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വേണോ, അല്ലെങ്കിൽ ഈവൻ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ചോദിക്കാൻ അവിടെ വോയിസ് ഉണ്ടെന്നോ. ഓക്കെ, നമുക്ക് ഒരു സിനിമ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിനിമ പുറത്തിറങ്ങി ആ പടം വിറ്റാവുന്നു, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ പടം പുറത്തിറങ്ങുന്നു, ഇതിന്റെ പുറകിൽ കഷ്ടപ്പെട്ടേക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും അവരുടെ പേരും മുമ്പോട്ട് അവർ ആരാന്ന് പോലും അറിയാം. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നതായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയേക്കുന്ന ഒരു ആർട്ടിലെ ആളായിരിക്കും, ആരും അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ടീം, കാരണം ഇതൊരു ഉഗ്രൻ ടീം വർക്കാണ്. അത്രത്തോളം കഷ്ടപ്പാട് നമുക്ക് ഓരോ ഫ്രെയിമിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അതായത് ആർട്ട്, ശരിക്കും ആർട്ടിന് ഒരുപാട് എഫേർട്ട് ഉള്ള ഒരു സിനിമയാണ്. ബാവക്കയാണ് സീനിയർ, വളരെ സീനിയറാണ് ബാവക്ക. അദ്ദേഹമാണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ. എന്ന് മാത്രമല്ല യൂണിറ്റിലെ ആളുകൾ, കാരണം ഇത് ഒരു കാട്, ചുറ്റും കാടാണ്. അവിടെ ഒരു വലിയ സെറ്റ് ഇടുന്നു, പല പല സെറ്റുകൾ, സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നു. അവിടെ ഒരു 400-500 ആർട്ടിസ്റ്റുകൾ എല്ലാ ദിവസവും അഭിനയിക്കുന്നു. 10-40 ദിവസത്തോളം. അത്രയും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അധ്വാനമാണ് എല്ലാവരും. തീർച്ചയായിട്ടും മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് ഇതിൻ്റെ ആ ടെറൈൻ മാറും. പിന്നെ നമ്മൾ ഇങ്ങനെ നിരന്നെടുക്കുന്ന സ്ഥലമൊന്നുമല്ല, ഇങ്ങനെ കുന്നും ഇതൊക്കെ ഉണ്ട്. അപ്പം സ്ലിപ്പാവും. അങ്ങനെ പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ കൊണ്ടുവരാൻ പ്രയാസമുണ്ട്, ടയർ ഇത് നിൽക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ആ ഒരു ഘട്ടം ഒക്കെ ആയപ്പോഴത്തേക്കും ആ നാട്ടിലുള്ള ആളുകൾ പോലും നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അവർ പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ, അത് അറേഞ്ച് ചെയ്യുക, ഇത് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഒരുപാട് പേരുടെ ഒരുപാട് മനുഷ്യരുടെ അധ്വാനം ഈ സിനിമയ്ക്കുണ്ട്. നമ്മൾ ആവശ്യപ്പെടാതെ, അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിക്കാതെ ഇങ്ങോട്ട് നമ്മളെ സഹായിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരുപാട് ആളുകളുണ്ട്. വയനാട്ടിലെ ബീനാച്ചി, ആ പരിസരത്തുള്ള ഒത്തിരി ആൾക്കാർ അത് കൈമയും മറന്ന് നിന്ന് ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആ സ്ഥലത്തിനൊരു മീനാക്ഷി എന്നാണ്. ബീനാച്ചി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. സുൽത്താൻ ബത്തേരി അടുത്ത. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ടൊവിനോ ചെയ്തേക്കുന്ന ക്യാരക്ടർ, ഇപ്പൊ മുമ്പ് ചെയ്തേക്കുന്ന പല പോലീസ് ക്യാരക്ടർ, ഇപ്പൊ നമ്മൾ കൽക്കിയാണെങ്കിലോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി പിടിച്ചിട്ടുണ്ട്. വേറൊരു നമ്മൾ ഒരു പ്രത്യേക ഇന്ന് വരെ കാണാത്തൊരു ടൊവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് റൈറ്റിംഗ് ടൈമിൽ പ്രത്യേകം പറഞ്ഞു തന്നെ ചെയ്യിപ്പിച്ചതാണോ? അതായത് ഈ ക്യാരക്ടറിന്റെ ഇപ്പൊ ആ മിന്നൽവള എന്നുള്ള പാട്ടിലുള്ള ടൊവി അല്ല സിനിമയിലുള്ള. അതായത് ഇൻ ദ സെൻസ് പോലീസ് യൂണിഫോമിലുള്ളത്. അതിൽ തന്നെയും പല ഗെറ്റപ്പ് ഉണ്ട്. അത് ഈ ക്യാരക്ടറിന്റെ ആ സമയത്തെ ജീവിതാവസ്ഥയെ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അത് തന്നെ ഒരു 3-4 ഷെയ്ഡ്സ് ഉണ്ട്. ആ ഓരോ ഷെയ്ഡിനനുസരിച്ചാണ് അതിന്റെ ഗെറ്റപ്പും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഒക്കെ. പിന്നെ പെർഫോമൻസ് ആയിട്ടും നല്ല രീതിയിൽ മാറ്റങ്ങൾ പലരിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇപ്പൊ കിട്ടിയൊരു സന്തോഷമുണ്ട്. ഇത്രയും വർക്കുകൾ ചെയ്തു വന്നതിൽ ഈ പടം ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഈ പടത്തിലെ ഒരു പ്രത്യേകത എന്തായിരുന്നു? പല സ്ഥലത്തും നമുക്ക് എന്തെങ്കിലും പറയുമ്പോ നമുക്കൊരു വോയിസ് ഇല്ലായ്മ, എല്ലാ സെറ്റും ഞാൻ പറയില്ല, ചില സെറ്റില് നമുക്ക് അങ്ങനെ ഒരു പേടിയും ഭയവും ആദ്യം ഇവിടെ വരുമ്പോഴും. ഇത്രയും സ്റ്റാർസ് ഉള്ള മൂവിയാണ്, പക്ഷെ പടം തുടങ്ങി തീരുന്നവരെ ആസ് ആൻ ആർട്ടിസ്റ്റ് അവിടുത്തെ ഡയറക്ഷൻ സൈഡ് എല്ലാം അത്രയും നമ്മൾ കംഫോർട്ടബിൾ ആക്കി വെച്ചിരുന്നത്. ഈവൻ അതിലുള്ള ADs ആണെങ്കിൽ മൊത്തം 3-4-5 പേരുണ്ട് അവർ ADs. അപ്പം അവരാണെങ്കിൽ കൂടിയും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ലോങ് ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഓടിപ്പോയി ചോദിക്കാം. അപ്പം എല്ലാത്തിനും ഓടി കിടന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മഴയും അതും എല്ലാം വരുമ്പോഴാണെങ്കിൽ കൂടി ഇപ്പൊ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂമിന്റെ മിസ്സിംഗ് ഉണ്ടോ എല്ലാം ഓടി നടന്ന് ചെയ്യാനും ഈ AD ടീം ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു AD ടീം ആയിരുന്നു നമ്മള്. ശരിക്കും അങ്ങനെയുള്ള ഒരു ടീമിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കാനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ പലരുടെയും എഫേർട്ടുകൾ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഇതിൽ. നമ്മുടെ ടീമും ഉഗ്രൻ ടീമായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല ടീമായിരുന്നു.
നമ്മൾ എടുക്കുന്ന സിനിമയെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഇതിന് വേണ്ട എന്താണ്, വേണ്ടാത്ത എന്താണ്, ഇത് ഏത് സ്പീഡിൽ ഇതിൽ പണിയെടുക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന ഒരു നല്ല പ്രൊഫഷണൽ ടീമായിരുന്നു ഇതിലുണ്ടായിരുന്നു. അതും നമുക്കിത് എന്താ പറയുക, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സിനിമ തീർക്കാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ടൈറ്റിൽ നരിവേട്ട എന്നുള്ള ടൈറ്റിൽ ഒരു ബുള്ളറ്റ് ഇങ്ങനെ പോകുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ഈ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട് വെടി വെക്കണേ മുട്ടിനെ വെക്കേണ്ടത്, മറ്റേ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതും ഇതും നമ്മളൊരു കണക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതെ, പലതും പറയുന്നുണ്ട്. ഞാൻ അത് പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. അതിലല്ലാതെ പറയുന്നുണ്ട്, ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, മറ്റേ തോക്ക് കൊടുക്കുമ്പോ സുരാജേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അതെ, എല്ലാം അതാണ്. പലതും നമ്മൾ കൂട്ടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ നോക്കണം ഇതാണോ നമ്മുടെ കഥ. പക്ഷെ എന്തായാലും ഭയങ്കരമായിട്ട് നമുക്ക് കാണാനുള്ള ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു മേക്കിംഗ്, അതുപോലെ തന്നെ അതിന്റെ ട്രെയിലർ ആണെങ്കിലും എല്ലാം കൊണ്ടും ഇതുവരെ അടിപൊളി. അപ്പൊ ഇനി എല്ലാവരും തിയേറ്ററിലേക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻ ആരായിട്ടായിരുന്നു? ഇല്ല, നമ്മള് ട്രൈബിന്റെ ടീമായിട്ടും കോമ്പിനേഷൻ സീൻ എല്ലാവരുമായിട്ടും എന്നാലും പോലീസും ട്രൈബും തമ്മിലുള്ള ഇതാണ് എല്ലാം മാറ്റി വെക്കുക. സെറ്റിൽ ഇത്രയും പോലെ ഭീകരതയാണ് നമ്മൾ മൊത്തം കാണുന്നത്. സെറ്റിലെ എന്റർടൈൻമെന്റ് ആരായിരുന്നു? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ട്രൈബിലെ ചേട്ടന്മാരും ചേച്ചിമാരും. അവിടെയുള്ള ആളുകളെ തന്നെയാണോ നമ്മൾ ഇതിലേക്ക് വിളിച്ചത്? അവിടെയുള്ള ആൾക്കാരെ തന്നെയാണ് കൂടുതൽ. അവരൊക്കെ നമ്മുടെ കൂടുതലൊന്നുമില്ല, ഫുള്ള് അവരെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാലേ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലൊരു ഉത്സവമായിട്ട് അവർ കാണുന്നത്. കാരണം ഇത്ര ആളുകൾ വരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു. എന്തെങ്കിലും ഒരു ഉത്സവം പരിപാടിക്കാണ് ഇങ്ങനെ എല്ലാവരും സാധാരണ കൂടാറ്. അവരുടെ ഒരു ഇതൊക്കെ പോയി പറയുമ്പോൾ അവരുടെ റിയാക്ഷൻസും സന്തോഷമൊക്കെ എങ്ങനെയായിരുന്നു? റിയാക്ഷനില്ല, അവര് അഭിനയിക്കുന്നിടം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടോ. എനിക്ക് തോന്നില്ല ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പോലും ഇത്രയും ഇത് ചെയ്യുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അമ്മേനോട് ചോദിച്ചു, അമ്മ അടിപൊളിയായില്ലേ, എന്താ അഭിനയമായിരുന്നു? അത് അങ്ങനെയാ മോളെ, ജീവിക്കണ്ടായോ. അവര് നല്ല രീതിയിൽ അവര് സഹകരിച്ചതാണ്. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. കാരണം ഫുൾ നൈറ്റ് ഒക്കെ ഷൂട്ട് പോകുന്ന ദിവസമുണ്ട്. അപ്പൊ ഇത്രയും ക്രൗഡ് ഉണ്ടാവും, 400-500 ക്രൗഡ് ഉണ്ട്. അതിൽ നല്ല പ്രായമുള്ള ആളുകൾ തൊട്ട് ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. അപ്പം ഇതിനിടയിൽ ഷോട്ടുകൾക്കിടയിൽ 1 മണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പ് വരുമല്ലോ. അപ്പൊ ഡിസംബർ മാസമാണ്, നല്ല മഞ്ഞുണ്ടാവും വയനാട്ടില്, കാറ്റിന് നടുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പൊ ഇവര് തീയൊക്കെ കൂട്ടി അതിന് ചുറ്റും ഇരിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് അവിടെ പോയിരിക്കും. അങ്ങനെ ഭയങ്കര എന്താ പറയാ, ഒരു അതിലൊന്നും പരാതി പറയാതെ എല്ലാത്തിനും ഒരു അത്രയും സഹകരിച്ചാണ് അവർ ഇത് ഇത്രയും ദിവസം. അത് ഒരു ദിവസം 2 ദിവസം അല്ല, 10-40 ദിവസം ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടായി. അത് അപ്പം അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ അവർക്ക് വിഷമമുണ്ടായിരുന്നോ നിങ്ങളൊക്കെ അവിടെ നിന്ന് പോരുമ്പോ? ഇല്ല, ഞാൻ പോകുന്നിടത്ത് എനിക്ക് കുറെ മത്തങ്ങി കൊണ്ടെത്തുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാന്നൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു അവര്. ഞാൻ പറഞ്ഞില്ലേ, ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവരും ഒരുപാട് എഫോർട്ട്. നമ്മളൊരു സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലൊന്നുമില്ല, എല്ലാവരും നമ്മുടെ ഒരു വലിയൊരു ടീമായി മാറിയില്ലേ? എന്നാലും അവര് വളരെ എന്താ പറയാ, വളരെ പ്രിസൈസ് ആയിരുന്നു. ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ഷൻ ടീം ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ചെയ്യും. ഇന്ന കാര്യം ചെയ്തെന്ന് ചെയ്യില്ല. അതാണ് ഞാൻ പറയാൻ പോയത്. മുന്നേ സിനിമകൾ ചെയ്യുന്ന ആളുകൾ, മുന്നേ സിനിമയിൽ മുൻപരിചയമുള്ളവരെക്കാളും എന്താ പറയാ ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ അതിൽ അഭിനയിച്ചത്. കാരണം നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റിനെ വെക്കാൻ കാരണം ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അത് ചെയ്യണം അതിന് വേണ്ടി. പക്ഷെ ഇത്രയും പേര് അത് ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവമായാലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻ സൈഡും എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്താണ് അവിടെ ഇതിനകത്ത് ഒരു വലിയ ക്രൗഡിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന സത്യത്തിൽ വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഷോട്ട് എടുക്കുന്നു, ആളുകൾ 10-400 ആൾക്കാർ വരുന്നത്, റീടേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ആളുകളും ഇത്രയും പ്രോപ്പർട്ടിയും വീണ്ടും പുറകെ പോകണം, എന്നിട്ട് വീണ്ടും വരണം. ഇതത്ര എളുപ്പമല്ല, ഇത്ര ആളുകളെ മാനേജ് ചെയ്യുക. അപ്പം അവരും കൂടെ വിചാരിച്ചാലേ നമ്മൾ പ്രോപ്പർ ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതില് അവര് തന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ചെറുതല്ല. എന്തായാലും ഈ സിനിമയുടെ പുറകില് അല്ലേ വലിയൊരു സംഭാവനയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയേക്കുന്ന എഫേർട്ട്. അടിപൊളി. ബീനാച്ചി അല്ലേ? ബീനാച്ചി ആ നാട്ടിലെ എല്ലാവർക്കും ഇത് ഇനി ഞാൻ ഓരോ പടം കഴിയുമ്പോഴത്തേക്കും അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവാറുണ്ട്. ഇനി ആൾക്കാർ അന്വേഷിച്ച് പോവോ ബീനാച്ചിലേക്ക്?
അറിയില്ല, പോകാനും കാണാനൊക്കെ പറ്റിയ സ്ഥലമാണ്. കാട് ഉള്ളിൽ ആനിമൽസിനെ കണ്ടായിരുന്നോ? ആനിമൽസ് മാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഗംഭീര ഒരു ടീം വർക്കിൽ പുറത്തിറങ്ങുന്ന ഒരു അടിപൊളി സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു എല്ലാ ക്ലൂവും കിട്ടിയിട്ടുണ്ട്. ഈ പടം എത്രത്തോളം കഥയുടെ അല്ല സിനിമ ഹിറ്റ് ആവുന്നുള്ളത്. എന്തായാലും ഞങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് എന്തായാലും എല്ലാവരും ഇത് വർക്ക് ചെയ്ത ഓരോരുത്തരുടെയും ഹിസ്റ്ററിയിൽ ഇരുന്ന് ചുവന്ന വശിച്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി മാറട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ. താങ്ക് യു.